ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഞാൻ ഈ ശുശ്രൂഷയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവരാജ്യം എന്നാൽ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ആഴമായ വെളിപ്പാട് എന്താണെന്നുള്ളതും, അപ്പോൾ തന്നെ മനുഷ്യരാശി ഇന്ന് അനുഭവിക്കുന്ന കൃപ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ അതിനോടനുബന്ധിച്ച് ആദ്യമായിട്ട് ഞാൻ ഒരു വിഷയത്തെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ മനുഷ്യൻ എന്ന് വെച്ചെന്നാൽ അത് ആരാണ് മനുഷ്യൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആധികാരികമായി തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. മനുഷ്യനെക്കുറിച്ചിട്ട് എത്ര പേർക്ക് ഒരു തിരിച്ചറിവുണ്ട്? അതായത് ഞാൻ തന്നെ എന്നോട് ചോദിക്കണം, ഞാൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച്. അവിടെ നിന്ന് ആ ചോദ്യത്തിൽ നിന്ന് മാത്രമേ നമുക്ക് മനുഷ്യനെക്കുറിച്ചിട്ടുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് സഞ്ചരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മൾ മനുഷ്യനെന്ന് വെച്ചെന്നാൽ അത് നമ്മളുടെ ഈ പുറമേ കാണുന്ന ഈ രൂപത്തെയാണ് നമ്മൾ മനുഷ്യൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെ ഈ പുറമേ കാണുന്ന മനുഷ്യനാണോ ഞാൻ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ പുറമേ കാണുന്ന ഈ മനുഷ്യനല്ല ഞാൻ. ഈ മനുഷ്യൻ വെറും ജഡമാണ്. ഈ മനുഷ്യൻ, ദൈവം ഈ മനുഷ്യനെ മണ്ണിൽ നിന്നും എടുത്ത് രൂപം മെനഞ്ഞതാണ്. ഈ മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. ഈ മനുഷ്യന് ഈ ഭൂമിയിൽ സഞ്ചരിക്കുവാൻ വേണ്ടി ദൈവം യഥാർത്ഥ മനുഷ്യന് കൊടുത്ത ഒരു രൂപം മാത്രമാണ് ഈ പുറത്ത് നമ്മൾ കാണുന്ന ഈ മനുഷ്യൻ, ഈ ജഡീക മനുഷ്യൻ എന്ന് വിശുദ്ധ ബൈബിള് ഇതിനെ പറയും. എന്നാൽ യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾക്ക് ഒന്ന് നോക്കാം. യഥാർത്ഥ മനുഷ്യൻ ആത്മാവാണ്, അതായത് സ്പിരിറ്റാണ് യഥാർത്ഥ മനുഷ്യൻ. ഇതിനെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമുക്കൊന്ന് ഒരു മരണ വീട്ടിലേക്ക് ചെന്നാൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ കാണുന്നത്, ആ വ്യക്തിയെ നമ്മളെങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് നോക്കിയെന്നാൽ നമുക്കത് മനസ്സിലാവും. നമ്മളൊരു വ്യക്തി മരിച്ചു പോയി കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് എന്തെന്നാ, ഇന്ന ആൾ മരിച്ചു പോയി എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ആ വ്യക്തിയുടെ പേരെന്താണോ ആ പേര് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പറയും ഇന്ന ആൾ മരിച്ചു പോയി. അപ്പം മരിച്ചു പോയി, ആ വ്യക്തി മരിച്ചു പോയി. അന്ന് നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴോ അവിടെ ഒരു ബോഡി കിടപ്പുണ്ടാവും. അതിന് നമ്മൾ പല രീതിയിൽ റെസ്പെക്റ്റ് അനുസരിച്ച് നമ്മളതിനെ അഭിസംബോധന ചെയ്യാറുണ്ട്. മൃതദേഹം, ഭൗതിക ശരീരം, അങ്ങനെ പല രീതിയിലും നമ്മളതിനെ പറയാറുണ്ട്. പിന്നെ നമ്മളവിടെ കാണുന്നത് ഈ മൃതദേഹത്തെയാണ്. ഈ മൃതദേഹത്തെയാണ് നമ്മൾ അടക്കം ചെയ്യുന്നത്. ഈ മൃതദേഹത്തെയാണ് നമ്മൾ ഏതൊരു വ്യക്തിയും ആയിരിക്കുന്ന മതത്തിൻ്റെ ആചാരപ്രകാരം സംസ്കരിക്കുന്നത് മൃതദേഹത്തെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ മൃതദേഹമാണോ ആ വ്യക്തി? അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പോയ വ്യക്തിയാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തി. പോയ വ്യക്തിക്കാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പോയ വ്യക്തിക്കാണ് വാല്യൂ. ഇത് വെറും മണ്ണിൽ നിന്നെടുത്ത രൂപമാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യൻ എന്ന് വെച്ചെന്നാൽ അതൊരു ആത്മാവാണ്, സ്പിരിറ്റാണ്. ഇതിനെ നമുക്കിനി ബൈബിൾ പ്രകാരം നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മളതിൽ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് നമ്മളുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം പറയും നമുക്ക്. ഇവിടെ തന്നെ ദൈവം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബഹുവചനമാണ് പറയുന്നത്. ദൈവം ബഹുവചനത്തോടെയാണ് അവിടെ ദൈവം ആ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ബഹുവചനത്തോടെയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. നമുക്ക് നമ്മളുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു പോകും, അപ്പോൾ ദൈവം കൂടുതൽ ആൾക്കാരുണ്ടോ?
പലരും ചേർന്നതാണ് ദൈവം അല്ല, ദൈവം ഒന്നേ ഉള്ളൂ. നമുക്കതിനെക്കുറിച്ചൊക്കെ നമുക്കിനി പഠിക്കാം, മനസ്സിലാക്കാവുന്നതാണ്. ഇനിയുള്ള പുറകോട്ട് നമ്മൾ പോകുമ്പോഴേക്കും പല എപ്പിസോഡുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഈ പറയുന്നത് നമ്മളുടെ ഛായയിൽ, അതായത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാമെന്നുള്ള. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം ഛായയും, ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആത്മാവാവുന്ന ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതായത് മണ്ണുകൊണ്ട് രൂപം മെനഞ്ഞതിന് ശേഷം ആ രൂപത്തിലേക്ക് ദൈവം ജീവശ്വാസമൂതി, തൻ്റെ ശ്വാസമൂതി ജീവനുള്ള ദേഹിയാക്കി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ മണ്ണിൽ നിന്നും രൂപം മെനഞ്ഞ ഈ ആ ജഡത്തിൻ്റെ സ്ട്രക്ചറിനെ രൂപപ്പെടുത്തിയതിന് ശേഷം ദൈവം തൻ്റെ തന്നെ ജീവശ്വാസം, ആത്മാവാവുന്ന സ്പിരിറ്റാവുന്ന ദൈവം സ്പിരിറ്റിനെയാണ് ഊതി, സ്പിരിറ്റിനെ ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ജീവശ്വാസം ആ മനുഷ്യനിലേക്ക് ഊതി അതിനെ ജീവനുള്ള ദേഹി ആക്കി തീർത്തു. അതാണ് മനുഷ്യൻ. അതായത് മനുഷ്യനും ആത്മാവാണ്, ദൈവവും ആത്മാവാണ്. ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ പോലെ തന്നെയാണ്. ദൈവമല്ല എന്ന് മാത്രമുള്ളൂ, ദൈവത്തെ പോലെ തന്നെയാണ്. ഹല്ലേലൂയ. എന്തിനാണ് ദൈവത്തെ പോലെ തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചത്? ദൈവം സൃഷ്ടിച്ച മറ്റുള്ള എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കുവാനും അതിനു മേൽ വാഴുവാനുമാണെന്നാണ് വചനം അവിടെ എഴുതി വച്ചിരിക്കുന്നത്. വാഴുവാൻ. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വചനവാക്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ പറയാത്തതിൻ്റെ കാരണം ഇതിന് പുറകെ വരുമ്പോഴേക്കും അതൊക്കെ എടുത്ത് പറയുന്ന സാഹചര്യങ്ങളുണ്ടാവും. ഇതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കുക, മനുഷ്യൻ എന്ന് വെച്ചെന്നാൽ അതൊരു ആത്മാവാണ്, സ്പിരിറ്റാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ സ്വയമേ എന്ന് പറയണം, ഞാൻ ഒരു സ്പിരിറ്റാണ്, ഞാനൊരു ആത്മാവാണ്. ഈ പുറത്ത് കാണുന്ന ഈ ശരീരം ഇത് മണ്ണിൽ നിന്നെടുത്തതാണ്. അതായത് ഇത് നമ്മളുടെ അമ്മയപ്പന്മാരിൽ നിന്നും കിട്ടിയ ഒരു രൂപം മാത്രമാണ്. അവരിലൂടെയാണ് ഈ രൂപം സൃഷ്ടിക്കപ്പെട്ടത്. അതായത് അമ്മയപ്പന്മാരിൽ നിന്ന് കിട്ടിയ രൂപം എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തിനാണ് മണ്ണിൽ നിന്നെടുത്തതെന്ന് പറയുന്നതെന്ന് നമ്മൾ ചിന്തിക്കാം. മണ്ണിൽ നിന്നെടുത്ത അതും നമ്മൾക്ക് പുറകുള്ള ഭാഗങ്ങൾ എപ്പിസോഡുകളിലൂടെ അത് നമുക്ക് ബൈബിൾ പ്രകാരം, വിശുദ്ധ ബൈബിൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ എന്ന് വെച്ചെന്നാൽ അതൊരു ആത്മാവാണ്, സ്പിരിറ്റാണ്. ഇനി ഈ സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾക്ക് ചിന്തിച്ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഈ ഭൂമിയിൽ, ഞാൻ നേരത്തെ പറയുണ്ടായിരുന്നു, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോയി എന്ന് പറയാറ്. പോയതാണ് യഥാർത്ഥ മനുഷ്യൻ, ആത്മാവ്. അപ്പോൾ ഈ സ്പിരിറ്റ് ആവുന്ന മനുഷ്യൻ ഈ ശരീരം വിട്ട് ഇത് പോയെങ്കിൽ ഇതെവിടെ പോയി എന്നുള്ളതിനാണ് പിന്നീടുള്ള പ്രാധാന്യം. അതിന് മോക്ഷം പ്രാപിക്കാൻ, സ്വർഗത്തിൽ പോകണം എന്നുള്ള നമ്മുടെ ആഗ്രഹം കൊണ്ടാണ് ആ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ മനുഷ്യൻ നടത്തുന്നത്. ഈ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ പോയ മനുഷ്യൻ എവിടെ പോയി, എങ്ങനെ പോയി, എവിടെ എത്തി എന്നുള്ളതൊക്കെ നമ്മൾക്ക് മനസ്സിലാകണം. അതിന് നമ്മൾക്ക് വിശുദ്ധ ബൈബിളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. വരുമ്പോൾ എപ്പിസോഡുകളിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്തതായി നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്, ഈ ആത്മാവ് ആവുന്ന ഈ മനുഷ്യന് ദൈവമാവുന്ന ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട്, ദൈവമാവുന്ന ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കുവാനും കഴിയും. അപ്പോൾ തന്നെ ഈ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവായ പിശാച്, ലൂസിഫർ എന്ന് പറയും പിശാച് ബൈബിൾ പ്രകാരം. ആ പിശാച് ഒരാത്മാവാണ്. അപ്പോൾ പിശാചിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകാനും കഴിയും, ദൈവത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാകാനും കഴിയും ഈ മനുഷ്യന്.
ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചിന്തിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ മനുഷ്യരും പല ആത്മാവിൻ്റെ ഏതെങ്കിലും ഒരു ആത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. നമ്മൾ ഈ മനുഷ്യനെ, അതായത് ഇവിടെ നമ്മൾ കാണുന്ന ഈ മനുഷ്യരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ വ്യക്തി ഏത് ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഭൂമിയിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ, അതായത് ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ നമുക്ക് ദൈവികമായ കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ തൽപരരായിരിക്കും. ദൈവവചനം വായിക്കുന്നതിൽ തൽപരരായിരിക്കും. അതുപോലെ മറ്റ് മനുഷ്യരെ സ്നേഹിക്കുന്നതിലും മനുഷ്യരോട് അനുകമ്പ കാണിക്കുന്നതിലും മനുഷ്യരെ തന്നെ പോലെ തന്നെ കാണുന്നതിലും എല്ലാം അങ്ങനെയുള്ള വ്യക്തികൾ കൂടുതൽ തൽപരരായിരിക്കും. കാരണം ദൈവം സ്നേഹമാണ്. എന്നാൽ നേരെ ഓപ്പോസിറ്റ് പിശാചിൻ്റെ കയ്യിലാണ്, നിയന്ത്രണത്തിലാണ് ഈ ആത്മാവെങ്കിൽ, മനുഷ്യാത്മാവ് പിശാചിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ അവൻ സ്വാർത്ഥനായിരിക്കും. അവൻ തൻ്റെ തന്നെ കാര്യങ്ങൾ, തൻ്റെ ഇഷ്ടങ്ങൾക്ക്, തൻ്റെ താല്പര്യങ്ങൾക്ക് മാത്രമായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവൻ തൻ്റെ സ്വാർത്ഥമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ, സ്വാർത്ഥമായ ഇഷ്ടങ്ങൾ നിറവേറ്റുവാൻ മറ്റുള്ളവരുടെ സ്നേഹം കാണിക്കുകയും മറ്റുള്ളവരെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്യും. പക്ഷേ അവൻ്റെ ഉദ്ദേശം തൻ്റെ കാര്യം സാധിച്ചെടുക്കുക, തൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റിയെടുക്കുക എന്നുള്ളതായിരിക്കും. അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ ഉയർച്ചയോ മറ്റൊരു വ്യക്തിയുടെ അനുഗ്രഹങ്ങൾക്കോ ആ വ്യക്തിക്ക് കൂടി വേണ്ടിയിട്ട് ആണ്, ആ വ്യക്തിയുടെയും കൂടി ഉയർച്ചയും അനുഗ്രഹവും കൂടി ആഗ്രഹിക്കുന്ന ഒരു നിലവാരം പൂർണ്ണമായിട്ടുണ്ടാവില്ല, താൽക്കാലികമായിട്ട് എന്നാൽ ഉണ്ടാകുകയും ചെയ്യും. കാരണം തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ, തൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റപ്പെടുവാൻ വേണ്ടി ആ വ്യക്തിയെ മിസ്യൂസ് ചെയ്യുക, ആ വ്യക്തിയെയും കൂടി ഉപയോഗിക്കുക എന്നുള്ളൊരു താല്പര്യത്തിലായിരിക്കും ഈ പിശാചിൻ്റെ സ്പിരിറ്റ് നിയന്ത്രിക്കുന്ന മനുഷ്യൻ്റെ ഒരു സ്വഭാവം. നമുക്ക് അങ്ങനെയുള്ള സ്വഭാവമായിരിക്കും. അത് ഒരു ഏറ്റവും നല്ല സ്വഭാവം പോലെ നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ പിന്നിലും ഒരു കപടത ഉണ്ടായിരിക്കും. പിന്നെ അതിനിപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിലും ക്രൂരമായിട്ടുള്ള, അതിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തികൾ പിശാചിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന വ്യക്തികളിൽ നമുക്ക് കാണാൻ കഴിയും. പിശാച് എന്ന് പറയുമ്പോഴേക്കും അത് ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയുടെ പല സ്വഭാവങ്ങളുണ്ട്. പല സ്വഭാവങ്ങളെ നമുക്ക് മനുഷ്യരിൽ അതുപോലെ തന്നെ കാണാൻ പറ്റും. പിശാചിൻ്റെ പല സ്വഭാവങ്ങളുള്ളതുപോലെ തന്നെ പിശാചിന് പല സ്വഭാവങ്ങളുള്ള പോലെ തന്നെ പിശാചിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവർക്കും പല സ്വഭാവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ അതിലേറ്റവും മെച്ചമെന്ന് തോന്നിക്കുന്ന ഒരു സ്വഭാവമാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരെ സ്നേഹിക്കും, മറ്റുള്ളവരെ കരുതും, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ അവൻ്റെ ഉദ്ദേശം മുഴുവനും അവൻ്റെ സ്വാർത്ഥതയെ, അവൻ്റെ ഇഷ്ടങ്ങളെ, അവൻ്റെ താല്പര്യങ്ങളെ ആ വ്യക്തികളിലൂടെ നിർവഹിച്ചെടുക്കുക, കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹമായിരിക്കുമെന്ന് ചുരുക്കം. ഇനി അതിനപ്പുറത്തേക്ക് പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യരിലുള്ള പല സ്വഭാവങ്ങളാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം. ഇന്ന് നിങ്ങൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിയണം, മനുഷ്യൻ എന്ന് വെച്ചെന്നാൽ അതൊരു ആത്മാവാണ്, സ്പിരിറ്റാണ്. ദൈവം സ്പിരിറ്റാണ്, പിശാചും സ്പിരിറ്റാണ്. ഈ മനുഷ്യനെ ദൈവാത്മാവ് നിയന്ത്രിക്കുന്നുവെങ്കിൽ അവനിൽ നിന്നും അവന് സ്നേഹമുണ്ടായിരിക്കും. മറ്റുള്ളവരോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് പറ്റും? സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല എന്നുള്ളതാണ് ദൈവവചനം. അവൻ പൂർണ്ണമായിട്ടും മറ്റുള്ളവരെ നിഷ്പക്ഷമായ സ്നേഹം പ്രകടിപ്പിക്കും. കാരണം ദൈവം സ്നേഹമാണ്. ദൈവാത്മാവിനാലായിരിക്കും ആ വ്യക്തി നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വഭാവം ആ വ്യക്തിയിലുണ്ടാകും, മനുഷ്യനിലുണ്ടാകും. നേരെ ഇപ്പുറത്ത് പിശാചിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ആ വ്യക്തി സ്നേഹമൊക്കെ ഉണ്ടാകുമായിരിക്കും, ശരിയൊക്കെ തന്നെ. പക്ഷേ സ്വാർത്ഥ താല്പര്യങ്ങൾ നിർവഹിക്കുക, സ്വാർത്ഥമായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
നമുക്ക് തോന്നും നല്ല വ്യക്തിയാണെന്ന് തോന്നും, പക്ഷേ അവൻ സ്വാർത്ഥനായിരിക്കും. അവൻ്റേതായ താല്പര്യങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ സ്നേഹം കാണിക്കുന്നത്. പിന്നെ ഇതിനപ്പുറത്തേക്ക് ഇനി മൂന്നാമതായിട്ട് പിശാചിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുന്ന സ്പിരിറ്റിന്, ആ മനുഷ്യൻ്റെ ചില പ്രവൃത്തികൾ അത് അതിക്രൂരമായതായിരിക്കും, അത് അവന് തന്നെ ദോഷം ചെയ്യുന്നതായിരിക്കും. അതിനെക്കുറിച്ച് നാളെ നമുക്ക് ചിന്തിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്ന് കേട്ട വചനങ്ങളാൽ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.